എന്തായാലും ഞാൻ നമ്മളെ വണ്ടി പഠിപ്പിക്കാനുള്ള ചെറിയൊരു ഇതിലാണ്. അമൃതയ്ക്ക് വണ്ടി പഠിക്കണ്ടേ? വണ്ടി പഠിക്കണം. ഭയങ്കര എക്സൈറ്റഡ് ആണ് അമൃത. നിന്റെ മുഖം കണ്ടിട്ട് ഇപ്പൊ എക്സൈറ്റഡ് ആയിട്ട് തോന്നുന്നില്ല, വിഷമമായിട്ടാ തോന്നുന്നത്. മുമ്പായിട്ട് എന്റെ വണ്ടി നിങ്ങൾക്ക് കാണണ്ടേ? ഞാൻ വണ്ടി കാണിച്ചാലേ നിങ്ങളെ. ഇതെന്താണ്? ഹാൻഡ് ബ്രേക്ക്. പഠിക്കണ്ടേ? ഇത് നമ്മൾ ഓരോ മൂഡിലിടുന്ന, മറ്റേ മൂടല്ല. ഇവിടെ നമ്മുടെ തൃക്കണ്ണാപുരത്തുള്ള ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവരുടെ കൺസ്ട്രക്ഷൻ നല്ലതായതുകൊണ്ട് കുറേ പണികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പ്ലംബിങ്ങിൻ്റെയും വയറിങ്ങിൻ്റെയും ഒക്കെ പ്രശ്നം കാരണം ഭയങ്കര ബുദ്ധിമുട്ടും കാര്യത്തിലൊക്കെ നിൽക്കുകയാണ്. നമുക്ക് മൊത്തം ബാത്റൂം വേസ്റ്റ് ഉണ്ടല്ലോ, അവരുടെ പൈപ്പ് താഴെ കൂടെ പോകുന്നത്, ആ വേസ്റ്റിൽ വെള്ളം മൊത്തം വീഴുന്നതാണ്. അവിടെ നേരാവണ്ണം ഒരു പാർക്കിങ്ങിൻ്റെ ഇതില്ല. കുറേ തവണ കംപ്ലൈൻറ്റ് ചെയ്തിട്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. എല്ലാവരും തന്നെ കാശാണ്, പുളുങ്കൂരല്ല തരുന്നത്, ചക്കക്കുരു അല്ല തരുന്നത്. കാശ് കൊടുക്കുമ്പോൾ അതിനായിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കുക, അല്ലെ അവർ ചെയ്യാൻ നിൽക്കരുത് ഈ പരിപാടിക്കൊന്നും. ഹലോ, എല്ലാവർക്കും വീണ്ടും നമ്മളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോടൊരു കാര്യം പറഞ്ഞായിരുന്നു. നമ്മളത് ലൈസൻസ് എടുത്ത കടയൊക്കെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളോട് പറഞ്ഞായിരുന്നു നമ്മളത് ഞാൻ വണ്ടി പഠിപ്പിക്കും എന്നുള്ളത്. എന്തായാലും ഞാൻ നമ്മളെ വണ്ടി പഠിപ്പിക്കാനുള്ള ചെറിയൊരു ഇതിലാണ്. അമൃതയ്ക്ക് വണ്ടി പഠിക്കണ്ടേ? വണ്ടി പഠിക്കണം. പക്ഷെ എനിക്കൊരു പേടിയുണ്ട്. കാരണം എന്ന് വെച്ചാൽ വണ്ടി പഠിച്ച സമയത്ത് വണ്ടി എടുത്ത് പ്രാക്ടീസ് ചെയ്തതല്ലാണ്ട് അപ്പം അതിനുശേഷം ഞാൻ വണ്ടി എടുത്തിട്ടില്ല. അതിനുശേഷം വണ്ടി എടുത്തിട്ടില്ല, വണ്ടി സൈഡിൽ പോകാറില്ല. അപ്പൊ ഇത്രയും വർഷത്തെ കൈ നിക്കോ ഇല്ലേ എന്നൊന്നും എനിക്കറിയില്ല. ഭയങ്കര എക്സൈറ്റഡ് ആണ് അമൃത. ഭയങ്കര എക്സൈറ്റഡ് ആണ്. നിന്റെ മുഖം കണ്ടിട്ട് ഇപ്പൊ എക്സൈറ്റഡ് ആയിട്ട് തോന്നുന്നില്ല, വിഷമമായിട്ടാ തോന്നുന്നത്. എക്സൈറ്റഡ് ആയിട്ടായിരിക്കും. അപ്പൊ നീ പെട്ടെന്ന് നിനക്ക് വണ്ടി എടുക്കാൻ പോകണം, ഞങ്ങൾ വണ്ടി എടുക്കാൻ പോണേ. അപ്പൊ അങ്ങനെ എന്തായാലും അമൃത ഞാൻ പഠിപ്പിക്കാൻ പോകണം വണ്ടി. അമൃത ഇതിനെ കുറിച്ച് കുറച്ച് അതിന് മുമ്പായിട്ട് എന്റെ വണ്ടി നിങ്ങൾക്ക് കാണണ്ടേ? ഞാൻ വണ്ടി കാണിച്ചാലേ നിങ്ങളെ. വണ്ടി കാണിച്ചിട്ടല്ലേ? വണ്ടി കാണിക്കാം. അങ്ങനെ ഞാൻ നമ്മുടെ വണ്ടി ചെയ്ത് എല്ലാവരും കണ്ടിട്ട് നമ്മുടെ വണ്ടി ടാറ്റയുടെ നെക്സോൺ ആണ്, റെഡ് ഡാർക്ക് എഡിഷനാണ് ഞാൻ വാങ്ങിച്ചത്. വീണ്ടും വണ്ടിയുടെ പരസ്യം ഞാൻ കൊടുത്തു. ഇത് മൊത്തം വെള്ളം എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ താമസിക്കുന്ന സോബർണി അപ്പാർട്ട്മെൻറ്റിലാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. സോബർണി ഇവിടെ നമ്മുടെ തൃക്കണ്ണാപുരത്തുള്ള ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവരുടെ കൺസ്ട്രക്ഷൻ നല്ലതായതുകൊണ്ട് കുറേ പണികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പ്ലംബിങ്ങിൻ്റെയും വയറിങ്ങിൻ്റെയും ഒക്കെ പ്രശ്നം കാരണം ഭയങ്കര ബുദ്ധിമുട്ടും കാര്യത്തിലൊക്കെ നിൽക്കുകയാണ്. നമുക്ക് ഇപ്പോൾ തന്നെ എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിലൊക്കെ അഴുക്ക് കാണുന്നത് സംഭവിച്ചാൽ മൊത്തം ബാത്റൂം വേസ്റ്റ് ഉണ്ടല്ലോ, അവരുടെ പൈപ്പ് താഴെ കൂടെ പോകുന്നത്, ആ വേസ്റ്റിൽ വെള്ളം മൊത്തം വീഴുന്നതാണ്. അവിടെ നേരാവണ്ണം ഒരു പാർക്കിങ്ങിൻ്റെ ഇതില്ല, അത് നമ്മുടെ എന്താണ് കവർ ചെയ്തിട്ടില്ല. കംപ്ലൈൻറ്റ് കുറേ ആളുകൾ കംപ്ലൈൻറ്റ് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ഇതുപോലെ ചേട്ടാ അവിടെ പാർക്കിംഗ് അവിടെ ഒരു വണ്ടിയും പാർക്ക് ചെയ്യാൻ പാടില്ല, നല്ല വൃത്തിക്ക് എല്ലായിടത്തും തൂണും കൊണ്ട് കണ്ടിടത്തെല്ലാം വെച്ചേക്കുവാണ്. സാധാരണ ഒരു പാർക്കിംഗ് ചെയ്യുമ്പോൾ അവർക്കൊരു ഐഡിയ ഉണ്ടല്ലോ ഇങ്ങനെയാണ് വണ്ടി ഇടാനുള്ള പാർക്ക്. ഇത് അതൊന്നുമില്ല സംഭവം. ഒരിടത്തും നല്ലതായിട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. പിന്നെ അത് മാത്രമല്ല പാർക്കിൻ്റെ മേളിലൊരു ഞാൻ പറഞ്ഞ ഷീറ്റ് ഇട്ട് എന്തെങ്കിലും ഒരു ഷീറ്റ് ഇട്ട് വന്നിട്ട് അത് നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് തരണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചു. കാരണം എന്താ വെച്ചാൽ നമ്മൾ വണ്ടി ഇടുന്നത് തൊട്ട് മേളിലായിട്ടാണ് ഇവരുടെ വീട്ടുകാരുടെ ബാത്റൂമിൻ്റെ ഇത് കിച്ചൺ ചെയ്തത്. അപ്പോൾ അവർ വേസ്റ്റ് ഇടുമ്പോൾ എന്തെങ്കിലും പോകുമ്പോൾ എല്ലാം ഇതിനകത്തോട്ട് വണ്ടിയിലോട്ട് വരുന്നത്. നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് മേടിച്ചില്ല, അപ്പോൾ നമുക്കൊരു വിഷമമില്ല ഇക്കാര്യത്തിലൊക്കെ. അപ്പോൾ ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ വന്നതിന് ശേഷം കുറേ തവണ കംപ്ലയിൻറ്റ് ചെയ്തു ഞങ്ങളിതുപോലെ ചേട്ടാ വണ്ടി ഇടാൻ നല്ലൊരു പാർക്കിംഗ് ഇല്ല, അത് മാത്രമല്ല ഇങ്ങനെ അഴുക്ക് വീഴുന്നുണ്ട്, അപ്പോൾ എന്തെങ്കിലും ഒരു ചെയ്ത് തരണമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു ചെയ്തു തരാം. അവർക്ക് ഇത്രയും വലിയൊരു കൺസ്ട്രക്ഷൻ കമ്പനി ആയിട്ട് അവർക്ക് വെൽഡർ ഇല്ല, നല്ലതായിട്ട് അവർക്ക് പെയിന്റർ ഇല്ല. അയ്യോ അവർ നാട്ടിൽ പോയേക്കാം, വേറെ ആരും ഇല്ല, ബാക്കി വർക്കൊക്കെ നടക്കുന്ന ഈ ഒരു ബിൽഡിങ്ങിന്റെ ഞാനിപ്പോൾ ഇതുപോലെ അഡ്വാൻസ് ഒക്കെ കൊടുത്തിട്ട് ഞാൻ തിരിച്ച് മേടിക്കുകയും കൂടി ചെയ്തതാണ്. കാരണം വേറെ ഒന്നുമില്ല, അവർ മൊത്തം ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അതും ഈ കൺസ്ട്രക്ഷൻ നമുക്ക് 2022 തരുമെന്ന് പറഞ്ഞു, 23 തരുമെന്ന് പറഞ്ഞാണ്. ഇതുവരെ പണി പോലും കഴിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് 23 തരുന്നത് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. ഇത് മാത്രമല്ല നമുക്കുണ്ടായ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുണ്ടായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിനകത്തെ വീടിനകത്ത് നമ്മുടെ ഫ്ലാറ്റിനകത്ത് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഈ ഫ്ലാറ്റിനകത്ത് ഭിത്തി എല്ലാം കൂടി പൊട്ടി ഭയങ്കരമായിട്ട് പൊളിഞ്ഞിരിക്കുവായിരുന്നു. നമ്മളത് കുറെ ഓണറിനൊക്കെ ചെയ്യുന്ന ലിമിറ്റേഷൻ ഉണ്ട്. കാരണം ഇവരിപ്പോൾ ഇതിന് ഹാൻഡ് ഓവറിന് എന്തോ കാര്യമൊക്കെ നടക്കുന്നേ ഉള്ളൂ. ഇതുകൊണ്ട് അപ്പം മീൻസ് ഹാൻഡ് ഓവർ ചെയ്തതാണ്, അവരുടെ രജിസ്ട്രേഷൻ ഒരു സംഭവം നടക്കുന്നുള്ളൂ. അതുകൊണ്ട് അപ്പം അതിനകത്ത് കുറേ മൊത്തം പൊളിഞ്ഞിരിക്കുന്ന സംഭവം. അത് അവസാനം ഓണർ തന്നെ 10,000 രൂപ കൊടുത്തിട്ട് വന്ന് പുള്ളി തന്നെ റെഡിയാക്കി തന്നു. കാരണം ചില ഭയങ്കര മോശമാണ് ഭിത്തികളായി വന്നതിൻ്റെ ഒക്കെ പേരിൽ. കുറേ തവണ കംപ്ലയിൻറ്റ് ചെയ്തിട്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. അവസാനം ഇപ്പോൾ ഓണർ തന്നെയല്ല ചെയ്യുന്നത്. ഈ പാർക്കിങ്ങിന് ആരും നമ്മൾ തന്നെ ഇവരോട് ചോദിച്ചു, നമ്മൾ തന്നെ ഷീറ്റ് ഇട്ടിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെ ചെയ്യാനുള്ളൊരു പെർമിഷൻ നിങ്ങൾക്കില്ലെന്ന്. എന്നാൽ പിന്നെ ഇവർ ചെയ്ത് തരുമോ? അതും ഇല്ല. നമ്മൾ ചോദിച്ചായിരുന്നു ഇവരോട് നിങ്ങൾ ചെയ്ത് തരുമോ? അപ്പോൾ അവർ പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല, അവർ അവിടെ നിന്ന് പ്രശ്നം. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്തതാണ്,
അതും അവർക്ക് വയ്യ. ഇവിടെ ആവശ്യത്തിന് കൊണ്ട് അവിടെ ചുമ്മാ വേസ്റ്റ് കമ്പി കുറേ കിടക്കുന്നുണ്ട്, അവിടെ കുറേ ഷീറ്റ് കിടപ്പുണ്ട്. എന്നാൽ പിന്നെ അതിലൊരെണ്ണം വെച്ചാൽ അടിച്ചത് ടെമ്പററി ആയിട്ട് ഇതൊക്കെ പോട്ടെ, പ്ലംബിങ്ങിന്റെ സാധനം തന്നെ പോയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഇപ്പോൾ കണ്ടല്ലോ, വെള്ളം വീണോണ്ടിരിക്കുന്നതാണ്, താഴോട്ടായിട്ട് വേസ്റ്റ് വെള്ളം വീണതാണ്. ഇത് ഷീറ്റ് ഇടാൻ പറ്റില്ല എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ ശരി, അതിന് റൂൾസ് ഇല്ലാന്നുണ്ടെങ്കിൽ പ്ലംബിംഗ് എങ്കിലും ശരിയാക്കി വെക്കണ്ടേ? അതും ചെയ്യത്തില്ല, ഇവർക്ക് അതൊന്നും അറിയത്തില്ല. അവർക്ക് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്കിവിടെ താമസിക്കാൻ പറ്റത്തുള്ളതാണ് നമ്മളിവിടെ താമസം ഇവിടെ നമ്മൾ കൊടുത്ത്. പിന്നെ കുറച്ചുകൂടി കഴിയുമ്പോൾ നമ്മൾ മാറും. ആ രീതി ഞങ്ങൾ പറഞ്ഞു, ഓണറിനോട് ഞങ്ങൾ തന്നെ പറഞ്ഞിരുന്നു പറ്റത്തില്ല എന്നുള്ളത്. പക്ഷേ ഇനി വേറെ ആൾ വന്നാലും അവർക്കൊരു ബുദ്ധിമുട്ടുള്ള കേസ് തന്നെയാണ്. മാത്രമല്ല ഇവരുടെ ഈ വർക്ക്, ഈ പ്രൊജക്റ്റ് മേടിക്കുന്നവർക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. ഞാൻ ഇവരെ കുറ്റം പറഞ്ഞ് പറഞ്ഞതല്ല, ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചെയ്തിട്ട് ഒരാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുക. കാരണം എല്ലാവരും തന്നെ കാശാണ്, പുളുങ്കൂരല്ല തരുന്നത്, ചക്കക്കുരു അല്ല തരുന്നത്. കാശ് കൊടുക്കുമ്പോൾ അതിനായിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കുക, അല്ലെ അവർ ചെയ്യാൻ നിൽക്കരുത് ഈ പരിപാടിക്കൊന്നും. അതെനിക്ക് പറയാനുള്ള കാര്യം തന്നെ. നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്താൽ ഒന്നുമില്ല, അത് നോക്കാനെങ്കിലും ഒരാൾ വന്നിട്ട് നോക്കി അതിനുള്ളൊരു ഒരു സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കണം. അതും ചെയ്തില്ല അവർ. അതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. കുറ്റം തന്നെ പറഞ്ഞാണ്, എൻ്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും കുഴപ്പമില്ല എന്ന് തന്നെ പറയണം. കാരണം നമ്മളാണ് ഇവിടെ താമസിക്കുന്നത്, ഇവർക്ക് ആകെ ഒരു പ്രശ്നമില്ല, നമ്മൾ തന്നെയാണ് ഇവിടെ താമസിക്കുന്നതുകൊണ്ട്. അപ്പോൾ എന്തായാലും മാറ്ററിൽ നിന്ന് പോയി, ദേഷ്യം വന്നപ്പോൾ മാറ്ററിൽ നിന്ന് പോയി ഞാൻ ഇനി അമൃതയെ വണ്ടി പഠിപ്പിക്കുക. എൻ്റെ മാറ്ററെ വിട്ടു പോയി. വണ്ടിയാണ് പഠിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം, അതൊക്കെ പറഞ്ഞത് വണ്ടിയുടെ കാര്യത്തിൽ ഞാൻ കുറിച്ച് പറഞ്ഞുതരാം. വാ, അമൃതയ്ക്ക് ഇനി ഇതിൻ്റെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കട്ടെ ഞാൻ എന്തായാലും. മോളെ എന്താ വണ്ടി കയറിയിരുന്നല്ലോ, എങ്ങനെ കയറിയത്? ഇടത്തേക്കാല് വെച്ചിട്ട് വലത്തേക്കാല് കയറാൻ പറ്റില്ല കേട്ടോ. നമ്മളത് ഒരു വണ്ടി ആദ്യമായിട്ട് പഠിക്കാനോ അല്ല ആദ്യമായിട്ട് നോക്കാനോ വരുന്ന സമയത്ത് നമ്മൾ വലതുകാലം വെച്ച് കയറണം. ഇത് ഇങ്ങനെ ഈ സൈഡിൽ കൂടെ തിരിച്ചു വെച്ച് കാല് ചവിട്ടി കയറണം. ഒരു നല്ല കാര്യത്തിന് മുമ്പ് ഇനിയിപ്പോൾ എന്ത് ഇനി കൺഫ്യൂഷൻ ആയിട്ട് കുഴപ്പമില്ല. ഇതാണ് കീ, അതെനിക്കറിയാം. ഇത് നമ്മൾ ലോക്ക് തുറക്കുന്ന അടയ്ക്കുന്ന, എന്നാൽ തെറ്റിച്ച്, ഇത് അടയ്ക്കുന്നത്, ഇത് ലോക്ക് എടുക്കുന്നത്, ഡിക്കി ഹെഡ്ലൈറ്റ് ഉണ്ടല്ലോ. ഇതെന്താണ്? ഹാൻഡ് ബ്രേക്ക്. പഠിക്കണ്ടേ ഹാൻഡ് ബ്രേക്ക്. എന്തുവാ ഹാൻഡ് ബ്രേക്ക്? ഇത് നമ്മൾ ഓരോ മൂഡിലിടുന്ന, മറ്റേ മൂടല്ല എടി, ഇത് വണ്ടിയുടെ ഓരോ മൂഡാണത്. വണ്ടിക്ക് ഓരോ സമയത്ത് ഓരോ മൂഡാണ്. ഇപ്പൊ നമുക്ക് സ്പീഡിൽ പോകണമെങ്കിൽ സ്പോർട്സിൽ ഇടണം, എക്കോ ഇടണം, മറ്റുള്ള ഗ്രാവിറ്റി സിറ്റിൽ ഇടുകയാണെങ്കിൽ നമ്മള് ഏമയമാന്ന് തോന്നുന്നു. ഇത് വണ്ടിയുടെ ഗിയർ. വണ്ടിക്ക് നമ്മൾ ഗിയറില്ല, ഓട്ടോമാറ്റിക് ഗിയറാണ് നമ്മുടെ വണ്ടി. നമ്മൾ എന്ത് ചെയ്യണം? ഇതിപ്പം ഓട്ടോയിൽ കിടക്കുവാണ്, ഇതിട്ട് ന്യൂട്രലായി വണ്ടി അവിടെ ന്യൂട്രൽ നിൽക്കും. ഇത് റിവേഴ്സ്, ഇത്രയേ ഉള്ളൂ. പാർക്കിംഗ് ഇല്ലേ വണ്ടി? ബാക്കിലോട്ടാണ്. ഇതിനകത്ത് ഫ്രണ്ടിലോട്ട് ഇട്ടാലേ ബാക്കിലോട്ട് പോകത്തുള്ളൂ. ബാക്കിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഫ്രണ്ടിലോട്ട് പോകും, ബാക്കിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഫ്രണ്ടിലോട്ട് ഇട്ടാൽ ബാക്കിലോട്ട് പോകും. എന്റെ കൂടെ ഉള്ള തലരിഞ്ഞൊരു ഭാര്യയല്ലേ, അപ്പൊ പിന്നെ തലരിച്ച സാധനങ്ങളെല്ലാം എനിക്ക് കിട്ടത്തില്ല, എന്താ ചെയ്യാൻ? എന്റെ അവസ്ഥ അങ്ങനെ പോയി മോളെ. എനിക്ക് കല്യാണം കഴിച്ച് കിട്ടിയതും ഞാൻ വണ്ടി മേടിച്ചതും എല്ലാം തലരിഞ്ഞായി പോയി. നിനക്കെല്ലാം കിട്ടി നല്ലതായിക്കൊണ്ടത്. ഇത്ര സ്കോർ അടിച്ചിരിക്കുക. ഇതെന്താണ്? വണ്ടിയുടെ സ്റ്റിയറിംഗ്. നിനക്ക് പഠിക്കേണ്ട മെയിൻ സാധനങ്ങളെ ഞാൻ പറഞ്ഞു തരത്തുള്ളൂ കേട്ടോ. ഇത് വണ്ടിയുടെ സ്റ്റിയറിംഗ്. ഇത് നമുക്ക് ഇത് വേണം. ഇത് നമ്മൾ പെട്ടെന്ന് സ്പീഡിൽ പോകുന്ന സമയത്ത് നമുക്ക് പറ്റിയില്ലെങ്കിൽ ഹാൻഡ് ബ്രേക്ക് അടിച്ചാൽ, പിന്നെ കയറ്റത്ത് ഇറക്കത്ത് മറ്റിടത്തൊക്കെ നിൽക്കുമ്പോൾ ഹാൻഡ് ബ്രേക്ക് ആണ്. ഓക്കെ, ഇനിയുള്ളത് രണ്ട് സംഭവം താഴെയുണ്ട്. എന്താണുള്ളത്? സാധാരണ വണ്ടിക്കകത്ത് എത്ര ഉണ്ട്? നമ്മുടെ പഴയ വണ്ടിക്കകത്ത് ഇതിനകത്ത് എത്ര ഉണ്ട്? അപ്പൊ പ്രത്യേകത എന്താണ്? ഇതില് ക്ലച്ച് ഇല്ല. ക്ലച്ച് ഇല്ലാത്ത എന്തുകൊണ്ടാണ്? ഓട്ടോമാറ്റിക് ആയതുകൊണ്ട്. മെഡക്ക്. അപ്പൊ ഓട്ടോമാറ്റിക്കിന് ക്ലച്ച് ഇല്ല. നമ്മുടെ ബ്രേക്ക്, നമ്മൾ എന്ത് ചെയ്യണം? ബ്രേക്ക് ചവിട്ടിയിട്ടാണ് നമ്മൾ വണ്ടിയുടെ സ്റ്റാർട്ട് ആക്കുന്നത്. എല്ലാ സംഭവം ചെയ്യുന്നത് നമ്മൾ ബ്രേക്ക് ചവിട്ടിയിട്ടാണ്. മറ്റേത് ആക്സിലേറ്റർ. മനസ്സിലായല്ലോ? ഇത് സ്റ്റിയറിംഗ്. എന്തെങ്കിലും സംശയം ഇപ്പൊ ചോദിച്ചോ? വണ്ടി സ്റ്റാർട്ട് ആക്കുന്ന എങ്ങനെ? നേരത്തെ അവിടെ നിന്ന് ഒരാൾ ചോദിച്ചു പെഡലി, രണ്ട് പെഡലിയെ പറ്റി പറയാം. എന്തുവാ പെഡലി? നല്ല പറഞ്ഞ പെഡല്. പെഡല് താഴത്തെ അവിടെ പെഡലെന്ന് ചിലപ്പോൾ വണ്ടിയുടെ പെഡലി. വണ്ടിയുടെ താഴെ പോയിട്ട് വേണ്ട, ഞാൻ പറയുന്നില്ല, ഇല്ല വിഷയമാവും. നമ്മളപ്പോ ഇതാണ് വണ്ടിയുടെ സെറ്റപ്പ്. ഓക്കെ ഓക്കെ, വണ്ടി സ്റ്റാർട്ട് ആക്കുന്ന എങ്ങനെയാണെന്ന് നോക്കിയേ. ആ ബ്രേക്ക് ചവിട്ട്. ബ്രേക്കില് ചവിട്ടി ഇടത്തേക്കാലുകൊണ്ട് ചവിട്ടടി. നേരത്തെ പറഞ്ഞ വലത്തേക്കാലുകൊണ്ട് ആദ്യം തുടങ്ങണം. അമൃത, അത് വണ്ടി കേറിയപ്പോ ഇനി എല്ലാം ഇടത്തേക്കാലാണ്. നമ്മൾ വലത്തേക്കാലത്ത് ഇങ്ങനെ വെക്കാവൂ. എന്നിട്ട് ആക്സിലേറ്റർ കൊടുക്കുമ്പോഴാണ് വലത്തേക്കാല്. അപ്പൊ നമ്മള് സോറി പറഞ്ഞ തെറ്റിപ്പോയി. നമ്മള് വലത്തേക്കാലം കൊണ്ടാണ് ബ്രേക്ക് ചവിട്ടുന്നത്, ഇടത്തേക്കാലിന് ഇത്തവണ റെസ്റ്റ് ആണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഓട്ടോമാറ്റിക് ഇടത്തേക്കാലം പറഞ്ഞു തരണ. ഒരു വിദ്യാർത്ഥി പഠിക്കാൻ വേണ്ടി വന്ന് വളരെ ആത്മാർത്ഥമായിട്ട് വന്നിരിക്കുമ്പോ തെറ്റ് പറഞ്ഞു തരണം. ആശാൻ എന്തു ആകാം. അങ്ങനെ ആശാൻ എന്തോ അടുപ്പിൽ ചോറ് വേണ്ട, അടുപ്പില്ല ഒന്നുമില്ല. വേറൊരു പഴഞ്ചൊല്ല് വരുന്ന നമ്മൾ വലത്തേക്കാലോട്ടാണല്ലോ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്നത്, ബ്രേക്ക് ചവിട്ടുന്നത് വലത്തേക്കാലം. നമ്മൾ ക്ലച്ച് ചവിട്ടാൻ മാത്രമേ ഇടത്തേക്കാലം ഉപയോഗിക്കുള്ളൂ. ഈ വണ്ടിക്ക് ഇടത്തേക്കാലുണ്ട് ഒരു പരിപാടിയില്ല, ഒരു പരിപാടിയില്ല. ഇടത്തേക്കാലം നീ അപ്പുറത്ത് എന്തെങ്കിലും പറയുമ്പോൾ എടുത്ത് തൊഴിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇടത്തേക്കാലം ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അല്ലാതെ വലത്തേക്കാലോട്ട് മാത്രമല്ല ചെയ്യുന്നത്. നമ്മൾ ആക്സിലേറ്റർ കൊടുക്കാനും ക്ലച്ചിനും ആക്സിലേറ്ററിനും ബ്രേക്കിനും നമ്മൾ ഇടത്തേക്കാലോട്ട് ഉപയോഗിക്കണം. ചെറിയ മിസ്റ്റേക്ക് വന്നതാണ് മുമ്പേ. അപ്പം എല്ലാം പഠിച്ചല്ലോ നീ. എന്താടി വലത്തേക്കാലുണ്ടല്ലേ എടുക്കാനുള്ളത്? അതാ പറഞ്ഞത്. ഇപ്പൊ ഇടത്തേക്കാലം നല്ല ചേട്ടാ പറഞ്ഞത്. എന്റെ അമൃത, ഞാൻ വലത്തേക്കാലെന്നാ പറഞ്ഞത്. അല്ല,
ഇടത്തെ കാലം എന്നാ പറഞ്ഞ ചേട്ടൻ. ആക്സിലേറ്ററും ബ്രേക്കും എനിക്ക് നല്ല ബോധമുണ്ട്. ആക്സിലേറ്ററും ബ്രേക്കും വലത്തെ കാലം ഇടത്തെ കാലം ഫ്രീ. അതാ പറഞ്ഞത്. ചേട്ടൻ അങ്ങനെയല്ല പറഞ്ഞത്, ഇടത്തെ കാലം എന്നാ പറഞ്ഞത്. നിനക്ക് ഇപ്പൊ മനസ്സിലായോ? നിനക്ക് ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ മനസ്സിലായോ? എല്ലാം പഠിച്ചല്ലോ. പറഞ്ഞേ. ഇത് ഹാൻഡ് ബ്രേക്ക്, ഇത് മറ്റേ മൂഡ്, ഇത് ഗിയർ, ഇത് സ്റ്റിയറിംഗ്, പിന്നെ പെഡലി രണ്ടെണ്ണം. അതെന്തൊക്കെയാ? ആക്സിലേറ്ററും ബ്രേക്കും, ക്ലച്ച് ഇല്ല. ഇതാണ് നമ്മുടെ വണ്ടി പ്രത്യേകത. വണ്ടി സ്റ്റാർട്ടാക്കാൻ വേണം ബ്രേക്കിലും ചവിട്ടിയ കാല് വലത്തേക്കാലും ഉണ്ട്. ബ്രേക്കിൽ ചവിട്ടി വണ്ടി ചവിട്ടിലോ സ്റ്റാർട്ട് ബട്ടൺ നിൽക്ക്. എടുത്തേക്കാവോ? വണ്ടി ഈ സമയത്ത് ഏത് നോക്കണം? ന്യൂട്രലാണോ നോക്കണം, എന്നിട്ടേ വണ്ടി ഓൺ ആക്കാവൂ. ഓക്കെ ആണല്ലോ? വണ്ടി എപ്പോഴും ന്യൂട്രൽ ആയി കഴിഞ്ഞ ശേഷമേ സ്റ്റാർട്ട് ആക്കാം. ഇതിപ്പോ എന്ത് ചെയ്യണം? ഇതിപ്പോ കണ്ടല്ലോ. ബ്രേക്ക് എടുക്കട്ടാ? ഒന്നും ചെയ്യരുത്. ബ്രേക്ക് ചവിട്ടൊന്നുകൂടി ചവിട്ടി വെച്ചേക്കുവാ. ഒന്നുകൂടി അത് നെക്കിക്കേ. ഇപ്പൊ എന്തായി? വണ്ടി ഓഫായി. വണ്ടി ഓണേ ഓഫായി. ബ്രേക്ക് അത് തുറക്ക്. ഇപ്പൊ ലൈറ്റ് അത് തുറക്ക്. തുറക്കേ, ഡോർ തുറക്ക്. ഓക്കെ, ഇറങ്ങ്. പറഞ്ഞുതരാം, സംഭവം പറഞ്ഞുതരാം. അടക്കില്ലേ? നമ്മള് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ചേട്ടാ താക്കോല് വന്നിട്ട് വീണ്ടും എടുക്കാൻ വേണ്ടിട്ടായിരിക്കും. നമ്മളപ്പം ഇതിനകത്ത് ഡീറ്റെയിൽ നീ പഠിച്ചല്ലോ, എല്ലാം അറിയാമല്ലോ. അപ്പം ഇങ്ങനെയാണ് ഒരു വണ്ടി ഓടിക്കുന്ന ഒരു ബുദ്ധിമുട്ട്. ഇങ്ങനെയാണ് നമ്മൾ ഓടിക്കുന്ന വണ്ടി. ഇത്രയും റിസ്ക് ഒക്കെ എടുത്ത് ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത്. അപ്പം ഇത് അലമാരിക്കകത്ത് കൊണ്ട് വെക്കണം. നമുക്ക് വണ്ടി ചേച്ചി ഇപ്പോൾ വണ്ടി കൊണ്ട് വരുത്തേ ഉള്ളൂ. ഈ വണ്ടി പൊക്കോളാം. അറിവുള്ള ആരും നിനക്ക് ഈ വണ്ടി തരുമോ? തോന്നി നിനക്ക് വരാൻ പോകുന്ന ചേച്ചിയുടെ സ്കൂട്ടറാ. ചേട്ടനിപ്പോ വന്നിട്ടുണ്ട്. ഇത് നിനക്ക് കാണിച്ചിരുന്നില്ല. അപ്പൊ നിനക്കൊരു ആഗ്രഹത്തിന് വേണ്ടി ഞാനിങ്ങനെ നിന്നെ പഠിപ്പിച്ച് ഇത്ര ആ ഒരു മുഖത്ത് വരെ കൊണ്ടെത്തിച്ച് ഇനി ഇപ്പം നിനക്ക് ഉള്ള വണ്ടി പോരും. ചേച്ചി ഇപ്പം എന്താണ് മോനെ വിളിച്ചോണ്ട് വരുന്ന സമയത്ത് ചേച്ചി അവിടെ കൈ കാണിച്ച് നിർത്തിയിട്ട് ചേച്ചി ഒരു 5 മിനിറ്റ് അവളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് വണ്ടി. ഞാൻ ചോദിച്ചത് അവന്റെ സൈക്കിളാണ് ചോദിച്ചത്, പക്ഷെ അത് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതാക്കിയെടുത്തത്. എത്ര നേരായി വെയിറ്റിംഗ്. ചേച്ചിക്ക് വേണ്ടി ഞങ്ങള്, ചേച്ചി അറിയോ, 5 മണി തൊട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുക. കിട്ടിയില്ല. അവസാനം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഇരുട്ടായി. അവസാനം ഞങ്ങൾ വേറെ വെട്ടം അപ്പുറത്തെ ലൈറ്റ് ആൻഡ് സൗണ്ട്സിൽ നിന്ന് മേടിച്ചിട്ട് ലൈറ്റ് എടുത്തേക്കുവാ. വണ്ടി ഓണാക്കടി. വണ്ടി ഓണാക്കട്ടെ. ഓണായോ? ഓണായ ഒന്ന് ചോദിച്ചേ. ഓണായോ? ഓണായി. സ്റ്റാർട്ടാക്കുക. ബ്രേക്ക് പിടി. എടി ഞാനാ പഠിപ്പിക്കുന്നല്ലേ. ഇത് നെക്കിട്ട് നമ്മൾ സ്റ്റാർട്ടാക്കണം. പിന്നെ നിന്നോട് നേരത്തെ എന്തോ പറഞ്ഞേ. ഇങ്ങനെ പിടിച്ചോ. ഇതിന്റെ ബ്രേക്കിൽ അങ്ങനെ എപ്പോഴും പിടിക്കണം നിർബന്ധമില്ല. പതുക്കെ വണ്ടി എടുത്ത് പതുക്കെ സ്റ്റാൻഡ് തട്ടിയായിരുന്നോ? പതുക്കെ എടുക്ക്. ബീച്ചറിനെ അവിടെ നോക്കുന്നുണ്ട്. വണ്ടിയിൽ വീട്ടിലെ നാണക്കേടാണ്. അമ്മേ എന്ത് കാണിക്കോ അമൃതി? ഇതേ പിടിക്കത്. ആസ്കലേറ്റർ കൊടുക്കടി നീ. പതുക്കെ കൊടുക്ക. ധൈര്യമായിട്ട് കൊടു. പതുക്കെ. നീ എന്തിനാ വിറക്കി നടന്ന്? പോട്ടെ, ഞങ്ങളിപ്പോ വരാം. എന്റെ അമ്മ വഴി എടുക്കരുത്. ആക്സിലേറ്റർ അങ്ങോട്ട് പോട്ടടി. നാളെ തന്നെ ഇവള് അർച്ചന ചേച്ചിയെ കൊണ്ട് പുറത്തു പോകാന്നാ പറഞ്ഞെന്ന് തോന്നുന്നു. വിചേട്ടാ വിടത്തില്ലേ? ചേച്ചി വിടും. വണ്ടി ഓഫാക്കൂ. പെട്രോൾ ലാഭിക്കണം. പുതിയ തലമുറയ്ക്ക് നമ്മൾ പെട്രോൾ സ്വരൂപിച്ച് വെക്കണം. സ്റ്റാൻഡ് വെക്ക്. സ്റ്റാൻഡ് തട്ട്. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള നിയമം പഠിക്കണം. ഇറങ്ങിയോ? നീ താക്കോലെടുക്ക്. ദേ വന്ന് ഞാൻ പഠിപ്പിച്ചു. പിന്നെ പഠിച്ചു. എടി ഇവള് താക്കോലിനെ കൊല്ലുമെന്ന് പീഡിപ്പിക്കാനല്ല പറഞ്ഞത്, ഊരാനാ പറഞ്ഞത്. എനിക്ക് ദൈവമേ, നമ്മുടെ താക്കോൽ എടുത്താൽ അറിയോ? താക്കോൽ ഓൾറെഡി ഇങ്ങനെ ഇരിക്കുക. ചേട്ടാ വരുന്നില്ല, ഇവിടുന്ന് ഭരിച്ചാ മതി. വരുന്നില്ലെന്ന്. എന്താ അമൃത പിടി. അപ്പോൾ എന്തായാലും നമ്മൾ അമൃത വണ്ടി ഇത്രയും പഠിപ്പിച്ച് സെറ്റാക്കി അല്ലേ? കുഴപ്പമില്ല. അവൾ ഏകദേശം പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു കുറേ റൗണ്ട് കൂടി ഓടിക്കാനായിട്ട് നമുക്കൊരു സ്വന്തമായിട്ട് ഇലക്ട്രിക് സ്കൂട്ടറും ഉണ്ട്, പെട്രോളിൻ്റെ വണ്ടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വണ്ടി പഠിക്കാൻ ഏത് സമയത്തും പറ്റും. അമൃത പഠിച്ചു. അവളിപ്പോൾ 2ാമത്തെ തവണയാണ് വണ്ടി ഓടിച്ച് പഠിക്കുന്നത്. പണ്ടൊന്നും പഠിപ്പിച്ചപ്പോഴും ഇപ്പോഴൊന്നും ഇതിനും. എന്തായാലും
നമുക്കിനി അടുത്ത എപ്പിസോഡിൽ വേറെ എന്തെങ്കിലും പഠിപ്പിക്കല്ലേ? കാർ പഠിപ്പിക്കാം. അടുത്ത എപ്പിസോഡിൽ കാർ പഠിപ്പിക്കുന്നതായിരിക്കും ഞാൻ അമൃതേ. കാർ പഠിപ്പിക്കും. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം. എന്നാലും അമൃതേ നമ്മളിപ്പോൾ ഇവിടെ വെച്ച് നിർത്തല്ലേ, ഇരുട്ടായി, ഭയങ്കര ഇരുട്ടായി, ഇനിയിപ്പോൾ പഠിപ്പിക്കാൻ പറ്റത്തില്ല. സമയം നോക്കി ഇറങ്ങിയത് അതുകൊണ്ടാണ്. ആകുമ്പോൾ രാത്രി ആയിക്കാണല്ലോ പെട്ടെന്ന് കയറുമല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത എപ്പിസോഡിൽ വേറെ എന്തെങ്കിലും പഠിച്ചിട്ട് നമുക്ക് കയറാം. അടുത്ത എപ്പിസോഡ് നമുക്ക് എപ്പിസോഡുകളൊക്കെ ഭയങ്കര കുറേ കണ്ടന്റുകളായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ഇതൊക്കെ തന്നെ എല്ലാവരും മൈൻഡ് അപ്പ് ചെയ്യണത്. അതെ ഞങ്ങൾ അടുത്ത എപ്പിസോഡ് സ്വാത്വികമായ ഒരു പെർഫോമൻസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അമൃത അതിന്റെ ഇതുവഴി കമ്പി ഒത്തു കയറ്റുന്ന പരിപാടിയായിരിക്കും. അതൊന്നും ഇല്ല കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.